നമ്മൾ ഈ വീഡിയോ കേരളത്തിലെ വഹാബി പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിലൊക്കെ ഈ വഹാബിസം കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളിൽ പോലും വഹാബിസം കടന്നു കയറിയതിനെക്കുറിച്ചും ആഗോളതലത്തിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിലുമൊക്കെയുള്ള ഈ വഹാബികളുടെ കടന്നുവരവിനെ കുറിച്ചുള്ള ചർച്ചകളുടെ തുടക്കമാണല്ലോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഏതാനും ചില ചോദ്യങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. ഒന്നാമതായിട്ട്, ദൈവബന്ധികൾ സത്യത്തിൽ സുന്നികൾ തന്നെയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ദൈവബന്ധികൾ സുന്നികളാണോ എന്ന് ചോദിച്ചാൽ അവരെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം, ചില അഖീദയുടെ ചില ശാഖാപരമായ വിഷയങ്ങളിലും അതേമാതിരി തന്നെ ഫിഖ്ഹിൻ്റെ ചില വിഷയങ്ങളിലും ഭൂരിപക്ഷ നിലപാടിനെതിരായിട്ടുള്ള ചില വേറിട്ട നിലപാടുകൾ ദൈവബന്ധികൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ദായറൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വിഭാഗമാണ് ശരിക്കും ദൈവബന്ധി. ദൈവബന്ധി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ദൈവബന്ധി രണ്ട് ഗ്രൂപ്പായിട്ട് വേണം അതിനെ വിലയിരുത്താൻ. ഒന്ന് പൗരാണിക ദൈവബന്ധികൾ, ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന ദൈവബന്ധികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൗരാണിക ദൈവബന്ധികൾ, മറ്റൊന്ന് ആധുനിക ദൈവബന്ധികൾ. ഈ ആധുനിക ദൈവബന്ധി എന്നുള്ള വാക്ക് തന്നെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയതല്ല. ശരിക്കും ഇത് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരളൻ്റെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട VM മൂസ ഉസ്താദ് തന്നെ നവദൈവബന്ധി എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കത്തിൽ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആധുനിക ദൈവബന്ധി എന്നുള്ള പ്രയോഗം കൊണ്ടുവന്നത്. അപ്പോൾ പൗരാണിക ദൈവബന്ധികളുണ്ട്, ആധുനിക ദൈവബന്ധികളുണ്ട്. പൗരാണിക ദൈവബന്ധികൾ എന്ന് പറഞ്ഞാൽ ദൈവബന്ധിൻ്റെ സ്ഥാപക നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഖാസി നാനൂത്തൈബ്, റഷീദ് അഹമ്മദ് ഗംഗോയി തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാർ, അവരുടെ ആശയത്തിലും മസ്ലക്കിലും പോണ ആൾക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവർ സുന്നികളാണ്, അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് പെട്ടവരാണ്. എന്നാൽ ചില വിഷയങ്ങളിൽ, ചില അഖീദയുടെ ചില ശാഖാപരമായ വിഷയങ്ങളിലും ഫിഖ്ഹിൻ്റെ ചില വിഷയങ്ങളിൽ ചില വേറിട്ടുള്ള നിലപാടുകൾ അവർക്കുണ്ട്. അതോട് നമ്മൾ യോജിക്കണില്ല, നമ്മൾ ആ വിഷയത്തിൽ അവരെ റദ്ദ് ചെയ്യുന്നു. എന്നാലും അവർ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ പെട്ടവർ തന്നെയാണ്, സുന്നത്ത് ജമാഅത്ത് പുറത്തു നിൽക്കുന്നവരല്ല. ഇതാണ് പഴയകാല ദൈവബന്ധികളെക്കുറിച്ച് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്നാൽ ദൈവബന്ധിനെ തന്നെ പിന്നെ വന്നൊരു ഗ്രൂപ്പാണ് ആധുനിക ദൈവബന്ധികൾ എന്ന് പറയുന്നത്. ആധുനിക ദൈവബന്ധികൾ എന്ന് പറയുന്നത് ദൈവബന്ധിൻ്റെ ഉള്ളിൽ പിൽക്കാലത്ത് വഹാബിസത്തിൻ്റെ കടന്നുകയറ്റം വരികയും ധാരാളം ആളുകൾ വഹാബിയത്തിൻ്റെ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദൈവബന്ധിൻ്റെ ഉള്ളിൽ. അങ്ങനെ ദൈവബന്ധിൻ്റെ അഡ്രസ്സിൽ സലഫിസത്തിനെ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ സലഫി ആശയങ്ങളെ പരിപൂർണമായിട്ടോ ഭാഗികമായിട്ടോ പ്രചരിപ്പിക്കുന്ന ഒരു നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ദൈവബന്ധിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആധുനിക ദൈവബന്ധികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പൗരാണിക ദൈവബന്ധികളുണ്ട്, ആധുനിക ദൈവബന്ധികളുണ്ട്. അതിൽ പൗരാണിക ദൈവബന്ധികളുടെ പഴയകാല ആൾക്കാരെ മസ്ലക്ക് പിൻപറ്റി പോകുന്നവർ ഇന്ന് കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ ആധുനിക ദൈവബന്ധികൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പും കേരളത്തിൻ്റെ ഉള്ളും കേരളത്തിന് പുറത്തൊക്കെ ഉണ്ട്. വഹാബിസം വളരെ ശക്തമായി ദൈവബന്ധിൽ വേരോടിയത് കാരണം ഇതൊരു വലിയ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് ആധുനിക ദൈവബന്ധികൾ. മറ്റേ ഗ്രൂപ്പും ഉണ്ട്. ഇപ്പോൾ പൗരാണിക ദൈവബന്ധികൾ സുന്നികളാണ്. നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുമായിട്ട് ഇൽമിയായിട്ടുണ്ടെങ്കിലും അവർ സുന്നികളാണ്. ആധുനിക ദൈവബന്ധികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരിൽ വഹാബിയത്തിൻ്റെ ആശയമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രാക്കിലാണ് നമ്മൾ ദൈവബന്ധിനെ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഈ ദൈവബന്ധിൻ്റെ രൂപീകരണ പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എന്ത് പറയും? ദൈവബന്ധിൻ്റെ രൂപീകരണ പശ്ചാത്തലം ചിന്തിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് രാജിൻ്റെ കാലഘട്ടം അത് നമ്മളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ വളരെ മോശമായൊരു സാഹചര്യം ഇന്ത്യയിൽ വന്നു. എന്ന് വെച്ചാൽ ഇന്ത്യ സ്പെയിനായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ട്, സ്പെയിൻ എന്ന് പറഞ്ഞാൽ സ്പെയിനിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. 800 വർഷത്തോളം മുസ്ലിമീങ്ങൾ ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു സ്പെയിൻ. അവിടെ പിന്നെ എന്ത് ചെയ്തു, ഇസ്ലാം നാമാവശേഷമായി മാറി. കംപ്ലീറ്റ് അവിടുന്ന് ഭരണകൂടങ്ങളൊക്കെ തുടച്ച് നീക്കപ്പെട്ട് അവിടെ വളരെ പിന്നീട് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇന്നിപ്പോൾ അതൊരു മുസ്ലിം രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല സ്പെയിൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേമാതിരത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുമായിരുന്ന ഒരു സാഹചര്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് സത്യത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പരിശ്രമിച്ച വ്യത്യസ്ത മക്തബത്തിൽ ഫിക്റിലുള്ള ഉലമാക്കളാണ്. അതിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ബറേൽവി വിഭാഗക്കാർ, ദൈവബന്ധികൾ, പിന്നെ അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കേരളത്തിൽ പൊന്നാനി സരണിയിൽ ഉള്ള ഉലമാക്കളും അവരുടെ ബാക്കിയായിട്ട് വന്നിട്ടുള്ള സമസ്ത പോലുള്ള സുന്നി സംഘടനകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലം. പിന്നെ ഹൈദരാബാദ് മുതൽ ഉത്തരേന്ത്യ വരെയുള്ള സൂഫിയാക്കളുടെ പരമ്പര, ഇവരുടെയൊക്കെ പരിശ്രമം കാരണമാണ് ഇന്ത്യ സത്യത്തിൽ
സ്പെയിനാവാതെ നിന്ന്. അല്ലെങ്കിൽ മറ്റ് പല കൊളോണിയൽ രാജ്യങ്ങളെയും അവസ്ഥയിലേക്ക് ഇന്ത്യ പോയിരുന്നു. മറ്റ് പല കൊളോണിയൽ രാജ്യങ്ങളിലും അവർ അവിടുത്തെ ദീനിയായ മാഹൂൽ കംപ്ലീറ്റ് നശിപ്പിച്ച് സംസ്കാരങ്ങൾ നശിപ്പിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1800 ഉത്തരേന്ത്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ 1857 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ശിപ്പായി ലഹള എന്ന് പറയുന്ന പോരാട്ടം ഉണ്ടാവുന്നത്. അങ്ങനെ ഈ 1857 കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരം, അതിൽ സത്യത്തിൽ ബറേൽവി വിഭാഗക്കാരും ദൈവബന്ധികളും പങ്കെടുത്തിക്കണം. അപ്പോൾ ബറേൽവിയും ദൈവബന്ധിയുള്ള പേര് സത്യത്തിൽ അന്നില്ല. കാരണം അവരൊക്കെ പിന്നെ സ്ഥാപിക്കപ്പെട്ട അവരെ മുൻ തലമുറക്കാർ അന്നുണ്ടായിരുന്നു. അതിൽ ദൈവബന്ധിയാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടത്. എന്നാലും മറ്റേ മക്തഫിക്കിനെ കുറിച്ചും ചുരുക്കമായിട്ട് പറയുകയാണ്. ബറേൽവി വിഭാഗത്തിൽ വരുന്നത് ഫൗലെ ഹക്ക് ഹൈറാബാദി എന്ന് പറയുന്ന വലിയൊരു മഹാനരാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പോരാട്ടം നടത്തി അന്തമാനിലുള്ള കാലാപാനി എന്ന് പറയുന്ന ദ്വീപിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. വലിയ മഹാനരായിട്ടുള്ള ആളാണ് അദ്ദേഹം. സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഫത്വ കൊടുത്തു. ബ്രിട്ടീഷുകാർക്ക് ജിഹാദ് ഫർദ് ഐനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ കൊടുത്ത ആളാണ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കാലാപാനിയിലേക്ക് നാട് കടത്തുന്നത്. ഈ പറഞ്ഞ ഫളലെ ഹക്ക് ഹൈറാബാദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു അഹമ്മദ് റിള ഖാൻ ബറേൽവിൻ്റെ പിതാമഹനായ, അതായത് വല്യപ്പയായിട്ടുള്ള റാസ അലി ഖാൻ. ഇവരൊക്കെ എന്തുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നെ പങ്കുകൊണ്ട ആളുകളാണ്. പിന്നെ അവരുടെ പരമ്പരയിലാണ് ബറേൽവി വിഭാഗം വരുന്നത്. പിന്നീട് അഹമ്മദ് റിള ഖാൻ ബറേലിൻ്റെ പരമ്പര വന്ന് അതിനുശേഷം അവരുടെ ശിഷ്യന്മാരിൽ പലരും അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അവർക്ക് യോജിപ്പില്ലായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് 2 പാർട്ടികൾ മെയിനായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത്, ഒന്ന് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. അവർ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ അഹമ്മദ് റാസ ഖാൻ പറയുന്ന ശിഷ്യന്മാരൊക്കെ കാര്യമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കുകൊണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ചരിത്രം. ഇതേമാതിരി തന്നെ പാരലായിട്ട് വന്നൊരു ഗ്രൂപ്പാണ് ദൈവബന്ദ്. ദൈവബന്ദ് ഈ 1857 ഈ ശിപ്പായി ലഹളൻ്റെ ഭാഗമായി തന്നെ നടന്ന, പല സ്ഥലങ്ങളിൽ പോരാട്ടം നടന്നിരിക്കണേ. അതിൻ്റെ ഭാഗമായി തന്നെ നടന്നൊരു പോരാട്ടമാണ് ഷംലി യുദ്ധം എന്ന് പറയുന്നത്. ഷംലി യുദ്ധത്തിൽ ദൈവബന്ദിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരായ റഷീദ് അഹമ്മദ് ഗംഗോയി, ഖാസിം നാനൂത്തവി തുടങ്ങിയ ആളുകൾ, പിന്നെ അതേമാതിരി തന്നെ ഈ അവരുടെയൊക്കെ ഷെയ്ഖായിട്ടുള്ള ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കി, ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്ക് ശക്തമായ പോരാട്ടം നടത്തി. അങ്ങനെ ആ പോരാട്ടത്തിൽ അവർ പരാജയപ്പെട്ടു. ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കിനെ മക്കയിലേക്ക് നാട് കടത്തപ്പെട്ടു. പിന്നീട് ആ ഒരു സംരംഭം പൊളിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനുള്ള റെസ്പോൺസ് ആയിക്കൊണ്ട് 1866 ഖാസിം നാനൂത്തവി എന്ന് പറയുന്ന സത്യത്തിൽ ദൈവബന്ദ് എന്ന് പറയുന്ന സ്ഥാപനം രൂപീകരിക്കുന്നത്. അദ്ദേഹം ഒരു ഉറുമാമ്പഴത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഇത് സംഗതി സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെയാണ് പിന്നെ ഈ സ്ഥാപനം വളർന്ന് വലുതാവുന്നത്. ഈ പറഞ്ഞ ദൈവബന്ദ് മക്തബത്തുൽ ഫിക്റിൻ്റെ ഒരു പറഞ്ഞാൽ 3 ശാഖകൾ. ഒന്ന് ദൈവബന്ദ്, ദാറുൽ ദൈവബന്ദ്, രണ്ടാമത്തെ നദ്വത്തുൽ ഉലമ, മൂന്നാമത്തെ തബ്ലീഗ് ജമാഅത്ത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവബന്ധുമായി കണക്ട് ചെയ്ത് വന്നിട്ടുള്ള പരിശ്രമങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവർ ആദ്യ കാലഘട്ടം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയൊക്കെ വലിയ ചലനങ്ങളൊക്കെ നടത്തിയൊക്കെ ശരിയാണ്, വലിയ ത്യാഗങ്ങൾ സഹിച്ചു. പിന്നീട് ഈ 3 ഗ്രൂപ്പുകളിലേക്കും വഹാബിസം കടന്നു കയറി. ഈ നമുക്ക് ചോദിക്കാനുള്ളത്, തബ്ലീഗ് ജമാഅത്തിൽ വഹാബിസം കയറി കൂടിയതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്നത്? തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിക്കപ്പെടുന്നത് ശരിക്കും 1920കളിലാണ്. പിന്നീട് പക്ഷേ അതിലേക്ക് വഹാബിസത്തിൻ്റെ അതിപ്രസരണം തുടങ്ങുന്നത് ശരിക്ക് 1947 ശേഷമാണ്. എന്നുവെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷമാണ് അവിടെ വഹാബിസത്തിൻ്റെ സ്വാധീനം വരാൻ തുടങ്ങിയത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉള്ളിൽ ഈ 1900 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഒരു ഇത് ആരാ പറയുന്നത് വെച്ചാൽ ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാഹിബ് എന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തുകാരുടെ ഫലായിൽ അമൽ എന്നൊരു പുസ്തകം എഴുതിയിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു കത്തുണ്ട്. അതിൽ പറഞ്ഞ ആ കത്തുകളൊക്കെ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ വിഷയങ്ങൾ നമ്മൾ തെളിവുകളും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരത്തിൽ ഈ വിഷയം നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാഹിബ് അവരാണ് സത്യത്തിൽ ഈ വിഷയം പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു വെച്ചാൽ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചാൽ ഒരു സംഘം ആൾക്കാർ അവർ തബ്ലീഗ് ജമാഅത്തിലെ പ്രവർത്തന രംഗപ്രവേശം ചെയ്തു. അപ്പോൾ ഈ സലഫികളായ ആൾക്കാർ, ഗൾഫിലുള്ള സലഫികൾ, അങ്ങനത്തെ ആൾക്കാർ, അവർക്ക് തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൂടുതൽ അവരെ ആകർഷിക്കേണ്ടതുണ്ട്, അറേബ്യയിലെ സലഫികളെ ആകർഷിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ തസവൂഫിനെയും സൂഫിയത്തിനെയും
തബ്ലീഗ് ജമാഅത്തിൽ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന സംഭവമാണ്. അതിനെ അതിനെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതിനെ പ്രാധാന്യം കുറക്കാനുള്ള ഒരു പരിശ്രമം അവരാരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തു. ഈ സലഫികൾക്ക് ഇവിടെ സ്പേസ് കൊടുത്തിട്ട് മറ്റേത് നമ്മൾ മെല്ലെ മെല്ലെ ഒഴിവാക്കണം, കാരണം അത് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു ഇവിടെ വരാൻ പണിയാണ്, സലഫികൾ ഇവിടെ വരാൻ പണിയാണ് എന്നുള്ള നിലയിലുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. അതിൽ പല സംഭവങ്ങളും പറയുന്നുണ്ട്. അതിൽ സക്കറിയ മൗലാന വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ, അദ്ദേഹം തന്നെ റായ്പൂരി എന്ന് പറയുന്ന തസവൂഫിൻ്റെ ഒരു ഷെയ്ഖിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ഒരു വ്യക്തിനെ പറഞ്ഞയച്ചു. അത് തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അവരെ ഇസ്ലാമിനെ അവരെ കൂടെ കുറച്ച് സമയം ചെലവാക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ആ വിഷയം തബ്ലീഗ് ജമാഅത്തിൻ്റെ കേന്ദ്രത്തിൽ അറിയുകയും അതിൻ്റെ പേരിൽ അവർ പ്രശ്നമുണ്ടാക്കുകയും ചെയ്ത സംഭവം വരെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കറിയ സാഹിബ് പറഞ്ഞത് എന്താ വെച്ചാൽ, അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തസവുഫ് ഈ പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിൽ 6 കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. കലിമ, നിസ്കാരം, ഇൽമ്, ദിക്ർ, ഇക്റാമുൽ മുസ്ലിമീൻ, ഇഖ്ലാസ്, പിന്നെ ദഅവത്ത് ഇലല്ലാഹ്. ഇതിൽ ഈ പറഞ്ഞ ദിക്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇല്യാസ് ഖാന്തൽവിയൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ സ്ഥാപകനായ ഇല്യാസ് ഖാന്തൽവിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, അത് ദിക്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വരീഖത്തിലെ മശായിഖുകളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ദിക്ർ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു അവരുടെ രീതി. ആ രീതി ഇവർ പതുക്കെ മാറ്റാൻ തുടങ്ങി. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനം. തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഈ ഒരു ദിക്ർ കൊടുക്കുന്നുണ്ട്. ആ ദിക്ർ എന്താ വെച്ചാൽ, രാവിലെ സുബൈക്ക് ശേഷം അസറിന് ശേഷമുള്ള ദിക്റുണ്ട്, 300 ദിക്റൊക്കെ ഉണ്ട്. ആ 300 ദിക്റിനെ പക്ഷേ സത്യത്തിൽ ഈ ഏകപരിഹാരം എന്ന പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ഷെയ്ഖ് ഇല്ലാത്ത ആൾക്കാർക്ക് ചെല്ലാൻ വേണ്ടിയുള്ള ദിക്റാണ്. ഷെയ്ഖ് ഉള്ളവർ ഷെയ്ഖ് നിർദ്ദേശിച്ച ദിക്റാ ചെല്ലേണ്ടതെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിക്കണം. അപ്പോൾ ഒക്കെ മാറ്റിമറിച്ച് തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ദിക്റിൻ്റെ കരിക്കുലം ഫോളോ ചെയ്തിട്ട് തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തനമായി പോയാൽ തന്നെ മതി എന്നുള്ള നിലയിലുള്ള രീതി അവർ സ്റ്റാർട്ട് ചെയ്തു. സലഫികൾക്ക് ഒരു സ്പേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിൽ നിന്ന് സലഫിസത്തിൻ്റെ അതിപ്രസരം പിന്നെ തബ്ലീഗ് ജമാഅത്തിലേക്ക് അടിച്ച് കയറുകയാണ് ചെയ്തത്. അതാണ് പിന്നെ തബ്ലീഗിൽ പല പ്രശ്നങ്ങൾക്കുള്ള കാരണമായി തീർന്നത്. തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദമായിട്ട് ഒന്നും കൂടി പരാമർശിക്കുകയാണെങ്കിൽ, തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉത്ഭവത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മൗലാന ഇല്യാസ് ഖാന്തൽവി എന്ന് പറയുന്ന ദയൂബന്തി പണ്ഡിതനാണ് തബ്ലീഗ് ജമാഅത്ത് ഉത്ഭവത്തിൻ്റെ പിന്നിൽ. അദ്ദേഹം സത്യത്തിൽ പൗരാണിക ദയൂബന്തി ആശയം, ഞാൻ നേരത്തെ പറഞ്ഞു പൗരാണിക ദയൂബന്തികളുണ്ട്, ആധുനിക ദയൂബന്തികളുണ്ട്. എന്നുവെച്ചാൽ പൗരാണിക ദയൂബന്തി ആശയക്കാരനാണ്. എന്നുവെച്ചാൽ അദ്ദേഹം അഷ്റഫ് അലി താനവി എന്ന് പറയുന്ന പൗരാണിക ദയൂബന്തിയുടെ മസ്ലക്കിൽ പോയിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് സത്യം തബ്ലീഗ് ജമാഅത്തിൻ്റെ സ്ഥാപക നേതാവ്. അപ്പോൾ ഈ തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിക്കപ്പെടുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ചരിത്രം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഇല്യാസ് ഖാന്തൽവി ഹജ്ജിന് പോയ സമയത്ത് മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നം കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദഅവത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഇതിലേക്ക് അദ്ദേഹത്തിനോട് അതിനുള്ള നിർദ്ദേശം കൊടുത്തു. അത് കൊടുത്ത സമയത്ത് ഇല്യാസ് ഖാന്തൽവി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം വന്നപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുത്തു. അതായത് മക്കയിൽ വെച്ച് ഞാൻ എങ്ങനെയാണോ ദീനിൻ്റെ പരിശ്രമം ചെയ്തത് അതുപോലെ നിങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് പറഞ്ഞത്. എന്നിട്ട് മക്കി സൂറത്തുകളിൽ നിങ്ങൾ ചിന്തിക്കണമെന്നും ഇല്യാസ് ഖാന്തൽവിക്ക് നിർദ്ദേശം കൊടുത്തു. പിന്നീട് അദ്ദേഹം മദീന മുനവറയിലേക്ക് പോവുകയും പിന്നീട് ഈ പ്രവർത്തനത്തിന് വഴി അദ്ദേഹം തെളിഞ്ഞു കിട്ടുകയും അങ്ങനെ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മക്കയിൽ വെച്ച് പരിശ്രമിച്ചതുപോലെ പരിശ്രമിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അവിടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് മദനിയായ ദഅവത്തുണ്ട്, മറ്റൊന്ന് മക്കിയായ ദഅവത്തുണ്ട്. മക്കിയായ ദഅവത്ത് പറഞ്ഞാൽ ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് കണ്ടുകണ്ട് ദീന് പറയാം. കമ്പോളങ്ങൾ ചുറ്റി തിരിഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ ചെന്നിട്ടൊക്കെ ദീനിങ്ങനെ അങ്ങോട്ട് ചെന്ന് പറയുന്ന രീതിയാണ് മദനിയായ ദഅവത്ത്. മക്കിയായ ദഅവത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതകാലത്ത് അത്തരത്തിലുള്ള പ്രബോധന രീതിയാണ് സ്വീകരിച്ചത്. മദനിയായ ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് ആൾക്കാർ ചെന്ന് കാണാൻ നിൽക്കില്ല, ആളുകൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരിക, നമ്മളിവിടെ മജ്ലിസ് ഉണ്ടാക്കും, ആ മജ്ലിസിൽ ഇരുന്നിട്ട് ദീന് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഇതാണ് റസൂൽ അതായത് മദീനയിൽ വെച്ച് റസൂൽ വ്യാപകമായി ചെയ്ത രീതി. അപ്പോൾ ഈ മക്കിയായ ദഅവത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിലും അതിന് മുമ്പുള്ള അമ്പിയാക്കളുടെ ചരിത്രത്തിലാണ് ഇതിലുള്ള മാതൃക കാണാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം വ്യാപകമായ രീതിയിൽ മക്കിയായ രീതിയിലുള്ള ദഅവത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചു. ഒറ്റയും തെറ്റായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ സംഭവമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ വ്യാപകമായിട്ട് എന്തില്ല, അങ്ങനെ പരിശ്രമം ചെയ്യുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദനിയായ ദഅവത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്.
ആ മദനിയായ ദഅവത്താണ് പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങളെ കാലഘട്ടത്തിലൊക്കെ ദീന് നിലനിർത്താൻ വേണ്ടി നിന്നിരുന്നത്. സ്വഹാബാക്കളെ കാലത്തൊക്കെ ഹൽക്കകളായിരുന്നു, ഇൽമിൻ്റെ ഹൽക്കകൾ. ഓരോ സ്വഹാബിനും കൂടെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് അവർ നിന്ന് ഇൽമ കരസ്ഥമാക്കുന്ന രീതിയായിരുന്നു. അതാണ് പിന്നെ ഇന്നത്തെ സംഘടനകൾ, ത്വരീക്കത്തുകൾ ഒക്കെ ഏറ്റെടുത്ത് പോയത്. ഇന്നുള്ള നമ്മളെ സംഘടനകളും ത്വരീക്കത്തുകളൊക്കെ ഉള്ളത് മദനിയായ രീതിയാണ്. മക്കിയായ രീതി പിന്നെ എന്തില്ല, ഉമ്മത്തിൽ പിന്നെ നിലനിന്നിട്ടില്ല. അപ്പോൾ കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യം പിന്നെ ഉമ്മത്തിൽ വേണ്ടി വന്നിട്ടില്ല എന്നുള്ള. ഈ ദീൻ ഇവിടെ പടർന്നതൊക്കെ മദനിയായ ദഅവത്തിൽ എന്ന് വെച്ചാൽ നമ്മളെ ആളുകളെ തേടിയിട്ട് അങ്ങോട്ടേക്ക് പോവില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു മജ്ലിസ് ഉണ്ടാക്കിയ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്ന് ഇൽമ കരസ്ഥമാക്കുക എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഉമ്മത്ത് ഫിത്ന ഫസാദിലേക്ക് പോയി, സമൂഹം വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ എന്തുണ്ടായി, ഒരു പുതിയ രീതി ഇല്യാസ് ഖാൻ ദൽബി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രബോധന രീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രബോധന ശൈലി അദ്ദേഹം രൂപീകരിച്ചു. അതാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങാടിയിലും കമ്പോളത്തിലും വീടുകളിലൊക്കെ ചുറ്റിക്കറങ്ങി ആളുകൾ അങ്ങോട്ട് ചെന്ന് കണ്ട് ദീൻ്റെ ദഅവത്ത് നടത്താം. പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകന്മാർക്ക് വന്ന പാളിച്ച എന്താ വെച്ചാൽ ഈ ഒരു രീതിക്ക് തെറ്റൊന്നുമില്ല. ഇതൊരു പുതിയ രീതി, പല ആളുകളും പല കാലഘട്ടത്തിൽ നൂതന രീതികൾ വികസിപ്പിക്കുക, തെറ്റൊന്നുമില്ല. ഈ രീതിയിൽ ഒരു പ്രബോധന രീതി സ്ഥാപിച്ച് അതിൽ കൊണ്ട് കുറേ റിസൾട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഇവരുടെ ചിന്താഗതി മാറാൻ തുടങ്ങി. പിന്നെ നുബൂവത്തിൻ്റെ പരിശ്രമം എന്ന് പറയുന്നത് ഈ ഒരു രീതി മാത്രമാണ്, മറ്റുള്ളൊന്നും നുബൂവത്തിൻ്റെ തരീക്കല്ല എന്നുള്ള രീതിയിൽ ഇവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവർ പറഞ്ഞ ശരിയായ ദഅവത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് നുബൂവത്തിൻ്റെ നഹജിലെ പരിശ്രമം ലോകത്ത് നടന്നിട്ടില്ല. പിന്നീട് ഇപ്പോഴാണ് ഈ പരിശ്രമം രണ്ടാമത് ഉയർത്തെഴുന്നേറ്റത് എന്നുള്ള കാഴ്ചപ്പാട് പ്രവർത്തകന്മാർ. ഇത് വളരെ അപകടകരമായ ചിന്ത, ശരിക്കും വിവരക്കേടുമാണ്. കാരണം നുബൂവത്തിന് മുമ്പ്, ഇതിന് മുമ്പ് ഈ പരിശ്രമം അതിൻ്റെ മുൻകാലത്തില്ലാത്തതെന്ന് വെച്ചാൽ മുൻകാലത്ത് അതിൻ്റെ ആവശ്യമില്ല. മദനിയായ ദഅവത്തുകൊണ്ട് തന്നെ ഇവിടെ ഉമ്മത്തിൽ ദീന് നിലനിന്നിരുന്നു. പിന്നീട് ഇത് മോശമായ അവസ്ഥയ്ക്ക് ഉമ്മത്ത് പോയപ്പോഴാണ് ഈ പുതിയ രീതി സ്റ്റാർട്ടാക്കിയത്. അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ ഒരു ഫിക്ർ, ഇതൊരു അപകടമായ ഫിക്റുള്ള മൻസൂർ നൂമാനി അടക്കമുള്ള പണ്ഡിതന്മാർ വിലയിരുത്തുകയും അവർ വളരെ മുമ്പ് തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കണ്ടിട്ട് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ രേഖകൾ നമ്മൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമ്മളത് പോസ്റ്റ് ചെയ്യാം. നമ്മൾ നജ്വത്തുൽ ഉലൂമിൻ്റെ ബ്രാഞ്ചുകളായിട്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ, ദയ്യൂബന്ദിൻ്റെ ബ്രാഞ്ചായിട്ട് തബ്ലീഗ് ജമാഅത്തിനെ നദ്വത്തുൽ ഉലമനെയും നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നദ്വത്തുൽ ഉലമയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നദ്വത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന വിഷയം എന്താ വെച്ചാൽ 1893 നദ്വത്തുൽ ഉലമൻ്റെ രൂപീകരണം വരുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അതായത് ഫൈസ് ആം എന്ന് പറയുന്ന ഒരു മദ്രസയാണ് പിന്നീട് തൻളീം നദ്വത്തുൽ ഉലമ എന്നുള്ള രീതിയിൽ കൺവെർട്ടാക്കണത് 1893. അതിൻ്റെ മെയിൻ ആളായിട്ട് വരുന്നത്, ഫസ്റ്റിൽ വരുന്നത് എൻ്റെ ഓർമ്മശേഷം മുഹമ്മദ് അലി മോങ്കേരി എന്ന് പറയുന്ന പണ്ഡിതനാണ്. അപ്പോൾ ഈ നദ്വത്തുൽ ഉലമ സ്ഥാപിക്കപ്പെടുന്ന സത്യത്തിൽ വളരെ നല്ലൊരു ഉദ്ദേശത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ വളരെയധികം പിന്നോക്കമായ സാഹചര്യത്തിലേക്ക് എത്തി. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ള എല്ലാ മേഖലകളിലും മുസ്ലിമീങ്ങൾ വളരെ പിന്നോക്കാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഉന്നമനം ഉണ്ടാവണം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ഉയർച്ച കൊണ്ടുവരണം എന്നുള്ള നിലയിലുള്ളൊരു ഫിക്കറിൻ്റെ പുറത്ത് അതിന് വേണ്ടിയിട്ടൊരു പരിശ്രമം വേണമെന്നുള്ള നിലയിൽ എന്താണ് ഒരു ഉലമാക്കളുടെ ഒരു ചിന്ത രംഗത്ത് വന്നു. അതാണ് ഈ പറഞ്ഞ നദ്വത്തുൽ ഉലമ എന്നുള്ള രൂപത്തിൽ രൂപീകരിച്ചത്. അപ്പോൾ ഈ നദ്വത്തുൽ ഉലമ പറഞ്ഞാൽ അന്നൊരു കമ്മിറ്റി ആയിരുന്നു. അതിൽ കണ്ടമാനം പണ്ഡിതന്മാരുണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തെ ബറേൽവി ഉലമാക്കൾ അടക്കമുണ്ട്, ദയ്യൂബന്ദികൾ, ബറേൽവികൾ, എല്ലാ ഗ്രൂപ്പിൽപ്പെട്ടവരും ഈ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇവരൊരു പരിശ്രമം തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ നദ്വത്തുൽ ഉലമൻ്റെ ഉള്ളിൽ ഷിയാക്കൾ, വഹാബികൾ, ഗൈർ മുഖല്ലിദ് വിഭാഗക്കാർ, അതേമാതിരി തന്നെ മോഡേണിസ്റ്റ് ചിന്താഗതിക്കാർ, ഇസ്ലാമിനെ ഇങ്ങനെയുള്ള ആളുകളുടെ ഗൽബ, അവരുടെ ഒരു ഇത് കൂടാൻ തുടങ്ങി. അങ്ങനെ ഈ അങ്ങനെ ഇത് സാഹചര്യം വന്നപ്പോൾ നദ്വത്തുൽ ഉലമനെ വളരെ ശക്തമായി എതിർത്തൊരു പണ്ഡിതനായിരുന്നു അഹമ്മദ് റാസ ഖാൻ ബറേൽവി. അപ്പോൾ ഇത് ഇപ്പോൾ ബറേൽവികളുടെ അഭിപ്രായ പ്രകാരം നദ്വത്തുൽ ഉലമൻ്റെ പിഴവ് ശരിക്കും കൂടുതൽ കണ്ടു തുടങ്ങിയത് ആരെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ ഇവരെ അല്ലാമ ഷിബിലി നുഅ്മാനിൻ്റെ കാലഘട്ടത്തിലാണ് നദ്വത്തുൽ ഉലമക്ക് കൂടുതൽ വ്യതിചലനം. ഷിബിലി അതായത് ഇവരെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷിബിലി നുഅ്മാനിൻ്റെ കൺട്രോളിലേക്ക് നദ്വ വരുന്ന ഒരു കാലം വന്നിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ റൂട്ട് മാറിയതെന്നാണ് ബറേൽവി ഉലമാക്കളുടെ അഭിപ്രായം. അവരതിൻ്റെ പേര് ഷിബിലി നുഅ്മാനിനെ വളരെ എതിർത്ത്. അപ്പോൾ അന്ന് 1912കളിൽ ഈ പറഞ്ഞ നദ്വത്തുൽ ഉലമയിലേക്ക് ഇവരെന്ത് ചെയ്തു, ഈ അല്ലാമ റഷീദ് റിള എന്ന് പറയുന്ന വഹാബി പണ്ഡിതനെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായിട്ട് അവർ കൊണ്ടുവന്നു.
ഇപ്പോൾ റഷീദ് റിള എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ വഹാബിസത്തിൻ്റെ മെയിൻ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഒരു സ്ഥാപനത്തിലേക്ക് വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ എത്രത്തോളം വഹാബിസം കയറിയിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇതിൻ്റെ വഹാബി സ്വാധീനം എന്ത് ചെയ്ത് ഈ നദ്വത്തുൽ ഉലമൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ തുടങ്ങി. പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ മൗലാന അബ്ദുൽ ഹൈ ഹസനി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അണ്ടറിലേക്ക് നദ്വത്തുൽ ഉലമ വന്നു. അങ്ങനെ നദ്വത്തുൽ ഉലമ അവരെ കയ്യിൽ വന്നതിന് ശേഷം അവർ ദയൂബന്ദി ആശയക്കാർ ദയൂബന്ദിയത്തിൻ്റെ ഒരു കൺട്രോളിലേക്ക് ദയൂബന്ദി ആശയത്തിൻ്റെ കൺട്രോളിലേക്ക് നദ്വത്തുൽ ഉലമ വന്നു. പക്ഷേ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ദയൂബന്ദി ആശയത്തിനോടൊപ്പം തന്നെ വഹാബിസത്തിനും കൂടി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആശയമാണ് പിന്നെ നദ്വത്തുൽ ഉലമ പിന്നെ ഈ കാലഘട്ടം വരെ നിലനിൽക്കുന്നത്. സൗദി ആയിട്ടൊക്കെ വളരെ നല്ലത്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ പിന്നീട് ഈ അബ്ദുൽ ഹസനിൻ്റെ കാലത്തിന് ശേഷവും പിന്നീട് അബുൽ ഹസൻ അലി നദ്വി സാഹിബൊക്കെ നദ്വയുടെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പിന്നെ അവരുടെ മകനാണ്. അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറഞ്ഞാൽ സാത്വികനായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു വലിയ മഹാനരാണ്. നമ്മളെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ. നമ്മളെ ഇ കെ ഉസ്താദ് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദൊക്കെ ക്ഷണിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അലീമിയാൻ അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും ഉന്നതനായൊരു പണ്ഡിതനുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ഇബ്നു തീമിയനെ കുറിച്ചും ഈ മൻസൂർ നൗമാനിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അബുൽ ഹസൻ നദ്വി സാഹിബുമാണ് ഈ പറഞ്ഞ മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും ഇബ്നു തീമിയനെയും ഈ ദയൂബന്ദി സർക്കിൾ പോപ്പുലറാക്കിയത്. അത് ഇവരെടുത്ത് വന്ന വലിയൊരു പാളിച്ചയാണ്. അതിൽ ഇവിടെ എന്താ അവർക്ക് പറ്റിയ വെച്ചാൽ അബുൽ ഹസൻ നദ്വി സാഹിബിന് ഈ ഇബ്നു തീമിയനെ കുറിച്ചുള്ള പഠനത്തിൽ ചില പാളിച്ചകൾ വന്നു. അത് ദയൂബന്ദികൾ തന്നെ ഈ വിഷയം വിമർശിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ ഇബാറത്തുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് അബുൽ ഹസൻ നദ്വി സാഹിബിൻ്റെ വാദം എന്താ വെച്ചാൽ ആകെ 2, 4, 6 മസലകളിലൊക്കെ ഒറ്റപ്പെട്ട നിലപാടുകളൊക്കെ ഇബ്നു തീമിയ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇബ്നു തീമിയനെ കംപ്ലീറ്റ് നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യനാകുമ്പോൾ പിഴവ് വരാം. അപ്പോൾ അദ്ദേഹം അല്ലാതെ നോക്കുകയാണ്, അദ്ദേഹം ഹംബലിയാണ്, നല്ലൊരു പണ്ഡിതനാണ്, നമ്മൾ അദ്ദേഹത്തിന് ആ നിലയിൽ ആദരിക്കണം, ബഹുമാനിക്കണം, നവോത്ഥാന നായകനാണെന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടിയായിരുന്നു നദ്വി സാഹിബ് ഉണ്ടായിരുന്നു. സത്യത്തിൽ നദ്വി സാഹിബിൻ്റെ വിലയിരുത്തൽ വളരെ തെറ്റായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ കാലത്ത് അദ്ദേഹം വിലയിരുത്തൽ തെറ്റായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ മറ്റേ ദയൂബന്ദി പണ്ഡിതന്മാരുടെ വിഷയം പറയാനുണ്ട്. ഇബ്നു തീമിയൻ്റെ തഫറുദാത്തുകൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അഖീദൻ്റെ വിഷയത്തിൽ 547ഓളം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഖിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ 39ഓളം മസലകളിൽ 4 മദ്ഹബിൻ്റെയും അയിമ്മത്തിന് എതിരായി കൊണ്ട് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട്. 26ഓളം മസലകളിൽ ഹംബലിയാണെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. പക്ഷേ 26ഓളം മസലകൾ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഹിമ്മായ നിലപാടിന് എതിരായിട്ടും അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട അഭിപ്രായം 1, 2 ഒന്നുമല്ല. പക്ഷേ അത് ഇവരെ ശ്രദ്ധയിൽ പെട്ടില്ല. ഇവരാ രീതിയിൽ അതിനെ അവതരിപ്പിച്ചു. ഇതിനങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെ കുറേ ആളുകൾ ഇബ്നു തീമിയനെ നമ്മളെ നേതാവ് അബുൽ ഹസൻ നദ്വി സാഹിബ് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അബുൽ ഹസൻ ഇബ്നു തീമിയ നമ്മളെ നക്കാബരികൾ അംഗീകരിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് അതിന്മേൽ പിടിച്ചിങ്ങാണ്ട് അവരൊരു ഏണിയാക്കി വെച്ചിട്ട് ഇബ്നു തീമിയനെ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും നിലപാടുകളെ ഒരു എന്താ പറയുക അതിൻ്റെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്റ്റേജിലേക്ക് നദ്വത്തി. അപ്പോൾ വളരെ ശക്തമായ വഹാബി സ്വാധീനമാണ് ഇപ്പോൾ ഇന്ന് നദ്വത്തുൽ ഉലമയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു വിഷയം കാരണം പിന്നെ അവിടെ ദയൂബന്ദിയത്തും പിന്നെ കൂടെ വഹാബിയത്തും ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ഗൽബയാണ് അവിടെ ഉള്ളത്. ഈ ദയൂബന്ദിൽ യഥാർത്ഥത്തിൽ വഹാബിസം കടന്നു കയറിയതിൻ്റെ അടിസ്ഥാനം ദയൂബന്ദിൻ്റെ ഉള്ളിൽ ദയൂബന്ദിൻ്റെ സ്ഥാപനവും മറ്റൊക്കെ നമ്മൾ പറഞ്ഞല്ലോ 1866 ദയൂബന്ദ് സ്ഥാപിക്കുന്നത്. ദയൂബന്ദിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ വഹാബിസം കയറിയതെന്ന് പറഞ്ഞാൽ ഈ 3 വഴികളിലൂടെ വന്നിട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഗൾഫിലെ അറബ് ഉലമാക്കളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പേരിൽ ഈ മൻസൂർ നൗമാനി അബുൽ ഹസൻ നദ്വി സാഹിബ് ഇങ്ങനത്തെ ചുരുക്കം ദയൂബന്ദിലെ അധിക പണ്ഡിതന്മാരും മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടായിരുന്നവരായിരുന്നു. കുറച്ച് പണ്ഡിതന്മാരാണ് നല്ല അഭിപ്രായം പറഞ്ഞത്. അതിൽപ്പെട്ടവരാണ് ഈ നദ്വി സാഹിബും മൻസൂർ നൗമാനി ഇങ്ങനത്തെ ആൾക്കാർ. ഇബ്നു തീമിയനെ പുകഴ്ത്തിയ ആളായിരുന്നു നദ്വി സാഹിബ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ വളരെ പുകഴ്ത്തിയ ആളായിരുന്നു ആര് മൻസൂർ നൗമാനിയൊക്കെ. വളരെ കുറഞ്ഞ ആളുകളെ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ആളുകളെ പിടിച്ചുകൊണ്ട് ഇവരുടെ അഭിപ്രായത്തെ പിടിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു അറബ് ഉലമാക്കളുമായി ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ ഇവർ കുറേ ആൾക്കാർ വഹാബിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വഹാബി ആശയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു ഭാഗത്ത്. രണ്ടാമത്തത് വഹാബി സ്വാധീനം വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബറേൽവി വിരോധം.
ബറേൽവികളോടുള്ള വിരോധത്തിൻ്റെ പുറത്ത് അവരേറ്റ് ഏറ്റുമുട്ടൽ ഇപ്പോൾ സർഫറാസ് ഖാൻ സാഫ്താർ എന്ന് പറയുന്ന പണ്ഡിതനുണ്ട്. ദേവബന്ദിൻ്റെ പ്രധാനപ്പെട്ട മുനാവിരീങ്ങൾ നടത്തുന്ന ആളാണ്, മുനാവറ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഈ ബറേൽവികളായിട്ടൊക്കെ ഭയങ്കര ഏറ്റുമുട്ടൽ നടത്തുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് ബറേൽവികളെ മുശ്രിക്കാക്കാൻ വേണ്ടിങ്ങാണ്ട് ഈ തൗഹീദ് ഷിർക്ക് വിഭജനത്തിൽ വഹാബിസത്തിൻ്റെ വാദമാണ് മൂപ്പർ സ്വീകരിച്ചത്. മൂപ്പർ സ്വന്തം അക്കാബികളെ വാദം സ്വീകരിക്കാൻ തയ്യാറില്ല. അതായത് റഷീദ് അഹമ്മദ് ഗംഗോയിനെ പോലത്തെ പണ്ഡിതന്മാർ ഇന്ന് നമ്മൾ സുന്നികൾ ചെയ്യുന്നത് ആ ഇസ്തിഗാസ ഷിർക്കാണ് കുഫ്രാണെന്നുള്ള വാദം അവർക്കില്ലായിരുന്നു. അത് അവർ ഫത്വയിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാദം അവർക്കില്ലേ ഇല്ല. അപ്പോൾ സ്വന്തം നേതാക്കന്മാരെ വാദം സ്വീകരിച്ചാൽ ബറേൽവികളും മുസ്ലിക്കും കാഫറാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ വിഷയത്തിന് എതിർപ്പിന് സ്ട്രോങ് കൂട്ടാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, നേരെ വഹാബിസത്തിൻ്റെ വാദം ഇവരെടുത്തു. എന്നിട്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടിയാൽ ഷിർക്കാണ് എന്ന് പറയുന്ന പഴയ ഇവിടുത്തെ മുജാഹിദൊക്കെ പറഞ്ഞിരുന്ന വാദം ഉണ്ടല്ലോ, ആ വാദം മൂപ്പര പുസ്തകത്തിൽ എഴുതിയിട്ട് ബറേൽവികൾക്കെതിരിൽ മൂപ്പർ ഏറ്റുമുട്ടി. അപ്പോൾ ഇത് വഹാബിസം, ഇവർ മൂപ്പര ശിഷ്യന്മാരായ ആളുകളുടെ വഹാബിസം എന്ത് ചെയ്തു, അങ്ങനെ കുറേ. അപ്പോൾ അങ്ങനെ വഹാബിസം പടരാനുള്ള കാരണം ദൈവബന്ധ് രണ്ടാമതായിട്ട് വന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവബന്ധിലുള്ള വഹാബിസം നദുവയിലൂടെയാണ്. നദുവൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ, അതിൽ കുറേ വഹാബി സ്വാധീനം വന്നിട്ടുണ്ട്. അവരെ പണ്ഡിതന്മാരിലൂടെയും ദൈവബന്ധുക്ക്, കാരണം അവരെ പണ്ഡിതന്മാർ പലരും ദൈവബന്ധിനും പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവബന്ധിൽ പല പണ്ഡിതർ നദുവയിലും പഠിപ്പിച്ചിട്ടുണ്ട്, കണക്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായി, കുറേ അങ്ങനെയും കടന്നു വന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് പിന്നീട് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റു ചില ചോദ്യങ്ങളുമായിട്ട് ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ ചോദ്യം ചോദിക്കാൻ നമ്പർ നമുക്ക് താഴെ കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ നമ്മളെന്ത് ഈ ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഇബാറത്തുകളും തെളിവുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കേൾക്കാൻ പറ്റും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുകളിലുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാഹിബ്, അതായത് തബ്ലീഗ് ജമാഅത്തിൻ്റെ ഫളായിൽ അഅ്മാൽ കിതാബുകൾ എഴുതിയിട്ടുള്ള വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഒരു കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ തബ്ലീഗ് ജമാഅത്തിൽ വഹാബിസം കയറിയ ചരിത്രം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കത്ത്. അപ്പോൾ ഈ കത്ത് ശരിക്കും ഉറുദുവിൽ ഇൻ്റർനെറ്റിൽ ഉണ്ടായിരുന്നു. ആ കത്ത് പക്ഷേ നമുക്ക് നമ്മളെ പിന്നീട് നോക്കിയപ്പം ഇൻ്റർനെറ്റിൽ നിന്ന് അത് കാണാൻ സാധിച്ചില്ല, മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പിന്നീട് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലെറ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിലുള്ള ലെറ്ററിൻ്റെ ഹെഡിങ് ലെറ്റർ ഓഫ് വാർണിംഗ് ഡേഞ്ചേഴ്സ് ഓഫ് നെഗ്ലക്റ്റിംഗ് ദിക്ർ. അതായത് ദിക്റിനെ അവഗണിക്കുന്നതിൻ്റെ അപകടങ്ങൾ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കത്തിൻ്റെ കണ്ടൻസ്. അതായത് തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള ദിക്റിന് വളരെ പ്രാധാന്യമുണ്ട്, അത് അവഗണിച്ചാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഈ കത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ചോദിക്കുന്നൊരു ചോദ്യത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് നമ്മളിപ്പോൾ ഇട്ടത്. എന്താ ഇവിടെ ചോദിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണോ ദിക്റിനെ ഒഴിവാക്കിയത്, ആ വിഭാഗക്കാരനാണല്ലോ നിങ്ങളുടെ ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനം നിർത്തിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് സലഫികളെ കുറിച്ചാണ്. അവർക്ക് വേണ്ടിങ്ങാണ്ട് ദിക്റിൻ്റെ പ്രവർത്തനം നിർത്തുന്ന ഒരു സാഹചര്യം, അവരെ സന്തോഷിപ്പിക്കാൻ ദിക്റിൻ്റെ പ്രവർത്തനം നിർത്തുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ ആളുകൾ തന്നെ നിങ്ങളുടെ തബ്ലീഗിൻ്റെ പ്രവർത്തനം അവരുടെ നാടുകളിൽ എന്ത് ചെയ്തു, നിർത്തലാക്കി, റദ്ദ് ചെയ്തു എന്നുള്ളത് ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിന് മറുപടി പറയണത് എന്താ വെച്ചാൽ, ദിസ് ഈസ് ഓൾസോ ട്രൂ, ഇത് സത്യം തന്നെയാണ്. എന്നിട്ട് ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആളുകൾ, അതായത് സലഫികൾ, അവരുമായിട്ടുള്ള വ്യത്യസ്തത കാരണമായിട്ട്, അതായത് ജമാഅത്തിൽ പോകുന്ന ആളുകൾ, തബ്ലീഗ് ജമാഅത്തിൽ പോകുന്ന ആളുകൾ ദിക്റുല്ലാഹിയുടെ പരിസരത്തിൽ മുഴുകിയത് കാരണമായിട്ട് സലഫി വിഭാഗവുമായിട്ട് അവർക്ക് വ്യത്യസ്തത ഉണ്ടെങ്കിലും ശരി, അതുകൊണ്ടൊന്നും ജമാഅത്തിന് പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ബാഹ്യമായ കാരണങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ അഭിപ്രായം ഇവിടെ പറയണം, എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, ഇത് അള്ളാഹുവിൻ്റെ ദിക്റിനെ എതിർത്തതിൻ്റെയും അനാദരിച്ചതിൻ്റെയും ശിക്ഷയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തൗബ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്ന വിഷയം. അപ്പോൾ സലഫികളെ സോപ്പിടാൻ വേണ്ടി കണ്ട് ദിക്ർ അവസാനിപ്പിക്കുകയും അത് കാരണം സലഫികൾ തന്നെ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തെ തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
ഈ പറഞ്ഞ സലഫികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദിക്കറിൻ്റെ പ്രവർത്തനം എതിർത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഇറക്കിയ ശിക്ഷയാണിത്, ഈ തബ്ലീഗ് ജമാഅത്തിൽ വന്നിട്ടുള്ള ഈ തടസ്സം എന്ന് ഈ കത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്താൻ. അപ്പോൾ വഹാബികളെ സോപ്പിടാൻ വേണ്ടിങ്ങാണ്ടുള്ളൊരു ദിക്റിനെ നിർത്തുന്ന ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷമാണ് ഈ വിഷയം വന്നിട്ടുള്ളത് എന്നുള്ളതിലേക്കുള്ള തെളിവുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതേ കിതാബിൽ തന്നെ മുകളിൽ പറയുന്ന ഇബാറത്തിൽ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ, അതായത് സെലഫികളായ ആളുകൾ അവരെ സോപ്പിടാൻ വേണ്ടിങ്ങാണ്ട് എന്ത് ചെയ്തിക്കാണ്, അതായത് ദിക്റുബിൽ ജഹറിനെ ഒഴിവാക്കിയ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് ദിക്റുബിൽ ജഹർ എന്ന് പറയുന്ന സംഗതി എന്താ പറയുക, ഈ പറഞ്ഞ അതിഥികളോ മറ്റോ ഉണ്ടാവുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ശബ്ദം കുറക്കാനൊക്കെയുള്ള അനുവാദം ഉണ്ടെങ്കിലും അറബി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ദിക്ർ എന്ന് പറഞ്ഞ സംഗതിനെ പരിപൂർണമായും ഒഴിവാക്കുക എന്നുള്ളത് ഒരു ശരിയായ നിലപാടല്ല എന്നുള്ള ആശയത്തിലാണ് ഇവിടെ വിഷയങ്ങൾ പറയുന്നത്. ഇംഗ്ലീഷിലാണ് ഈ ഇബാറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചാൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പറയുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തബ്ലീഗ് ജമാഅത്തിൽ സംഭവം പറയണം 1947 ശേഷം, അതായത് പാർട്ടീഷന് ശേഷം എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു സംഘം ആളുകൾ തബ്ലീഗ് ജമാഅത്ത് രംഗത്ത് വന്നു. അവർ തബ്ലീഗ് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിങ്ങാണ്ട് പരിശ്രമിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ സംഗതി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ദിക്റിൻ്റെ പരിശ്രമത്തെ താഴ്ത്തിക്കെട്ടാനുള്ള പരിശ്രമങ്ങൾ അവരെ ഭാഗത്താണ്. അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ, ഈ പറഞ്ഞ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ബുക്ക്ലെറ്റിൽ. അപ്പം എന്നിട്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രവർത്തനം വളരെയധികം വ്യാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടാണ് ചില പഴയ പ്രവർത്തകന്മാർക്ക് ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നത്. അതേമാതിരി തന്നെ തസവൂഫിനെ പറ്റി ശരിയായ ബോധമില്ലാത്ത ആലിമീങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ ആളുകൾ ഈ തബ്ലീഗിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തനം വ്യാപിപ്പിച്ചപ്പം ഒരു പുതിയൊരു ട്രെൻഡ്, അതായത് തസവൂഫിനൊക്കെ ഒരു ഇകഴ്ത്തിയും കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനെപ്പോലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ 6 കാര്യങ്ങളിൽ പറയുന്ന ആ ഒരു മൊത്തമായ ദിക്ർ മാത്രം മതി എന്നുള്ള രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, തസവൂഫുമായി ബന്ധമുള്ള ആളുകൾ ഈ പ്രവർത്തനം വിട്ടിട്ട് ഒഴിവാക്കിപ്പോയി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മേലുള്ള ഇബാറത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഇത് എത്രത്തോളം രൂക്ഷമായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖാൻഖാഹുകളോടും ദിക്റുകളോടുമുള്ള പരസ്യമായ എതിർപ്പ് ഉത്തരവാദിത്തപ്പെട്ട തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തകരിൽ നിന്നും ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വരെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മെയിൻ സംഗതികളുടെ ലക്ഷ്യം എന്താ വെച്ചാൽ സലഫികളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. സലഫികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ പറഞ്ഞ തസവൂഫിൻ്റെ വഴികളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് പ്രവർത്തനത്തിനെ വ്യാപിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ 1947 ശേഷം തബ്ലീഗ് ജമാഅത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പറയണത്. അപ്പോൾ വഹാബിസം ഇവിടെ വളരാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയായി മാറി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇത് മൻസൂർ നുഅ്മാനിയുടെ ഒരു ഇബാറത്താണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായ രീതിയിൽ തബ്ലീഗ് ജമാഅത്തിലേക്കുള്ള ചില പ്രവർത്തകന്മാർ കാണുന്ന ഒരു തെറ്റായ ധാരണ വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിലുള്ള ദീനി പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ അവർ എന്ത് ചെയ്യാണ്, വളരെ പെട്ടെന്ന് തന്നെ ഒരു തെറ്റിദ്ധാരണയിൽ അകപ്പെടുകയാണ്. എന്താണ് തെറ്റിദ്ധാരണ? അതായത് സ്വഹീഹായ ദീനി പ്രവർത്തനം എന്ന് പറയുന്നത് നുബൂവത്തിൻ്റെ കാലഘട്ടത്തിലും ആദ്യ നൂറ്റാണ്ടിലും മാത്രമാണ് നിലനിന്നിരുന്നത്. പിന്നെ ഇപ്പം ആ പരിശ്രമം നമ്മളും നമ്മുടെ സാത്തികളും മാത്രമാണ് ചെയ്യുന്നത്. അതിനിടയിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഉമ്മത്ത് വഴിവെച്ച് പോയിട്ടുണ്ട് എന്നുള്ള തെറ്റായ ധാരണ ചില ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ആ ധാരണയെക്കുറിച്ച് പറയാണ്. അതായത് അവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് യഥാർത്ഥ ദീനീ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആ പ്രവർത്തനം അതേ രീതിയിൽ ആ നുബുവത്തിൻ്റെ നഹ്ജുള്ള പരിശ്രമത്തെ പുനർജീവിച്ച ആൾക്കാർ നമ്മളും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുമാണ്. അതിൻ്റെ ഇടയിലൊന്നും ആ പരിശ്രമം ഇല്ലായിരുന്നു എന്നുള്ള ഒരു വാദം. അപ്പോൾ ഈ വാദത്തിനെ വിശദീകരിച്ചുകൊണ്ട് മൻസൂർ നുഅ്മാനി പിന്നെ പറയാണ്, ഇത് തെറ്റായ ധാരണയാണെന്ന് പറഞ്ഞുകൊണ്ട് മൻസൂർ നുഅ്മാനി പിന്നെ വിശദീകരിക്കുകയാണ്. എന്താ വിശദീകരിക്കുന്നത്? യേ ഗലത്തി മഅമൂലി ഇൽമി ഗലത്തി നഹി ഹെ ബൽക്കെ ബഡി ഖത്തർനാക്ക് ഗലത്തി ഹെ. അതായത് ഈ പറഞ്ഞ പിഴവ് എന്ന് പറയുന്നത് ഒരു നിസാരമായ ഇൽമിയായ പിഴവല്ല, പകരം എന്താണ്, വളരെ അപകടകരമായ പിഴവാണ്. എന്താണ് കാരണം? യെ മാൻ ലേനെ കി ബാദ് ദീൻ और शरीयत की मानवी तबातुर व तवारुफ खतरे में पड़ जाता है.
അപ്പം ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീഅത്തിൻ്റെ നിയമങ്ങൾ തവാത്തുറായ നിലയിലും പരമ്പരാഗതപരമായിട്ടും നമ്മളിലേക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അത് അപകടത്തിൽ ചെല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എന്ന് വെച്ചാൽ അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേരുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അപകടകരമായ വാദമാണെന്നാണ് പറയണത്. അതായത് നുബുവത്തിൻ്റെ യഥാർത്ഥ നെഹ്ജിലെ പക്ഷേ ഇപ്പം നമ്മളാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ കാലഘട്ടത്തിൽ അതില്ല എന്ന് പറയുന്ന ആ വാദം ഉണ്ടല്ലോ, ഇത് അപകടകരമായ വാദമാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് ആര് പറയണത്, മൻസൂർ നുഅ്മാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഈ ചെറിയ കാര്യമല്ലോ, ഏറ്റവും ഭയാനകമായ കാര്യമല്ല. അതിന്റെ പ്രയോജനത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉള്ള മുസ്ലിമുകളെ സർവ്വ നേതാക്കളും ഒത്തൊരുമിച്ചുകൊണ്ട് പാർലമെന്റിലും പുറത്തും ഒത്തൊരുമിച്ചുകൊണ്ട് മൗലാനാ അബുൽ ഹസൻ അലി നദ്വി ഒരു ഹാരിസ് സുന്നിയാണ്, ഹാരിസ് ഹനഫിയാണ്, നക്സബന്ദി തരീഖത്തുകാരനാണ്. മനസ്സിലായി? ആ നിലക്കുള്ള മഹാന്റെ നേതൃത്വത്തിൽ മുസ്ലിം പേർസണൽ ലോകോട് രൂപീകരിച്ചുകൊണ്ട് പ്രചരണം നടത്തി. അതായത് ശരീഅത്ത് പണ്ട് ഇവിടെയുള്ള ശരീഅത്ത് അത് അന്നലൊക്കെ തന്നെ നിൽക്കണം. അതായത് ഷാഫി ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിധി, ആ വിധി അങ്ങനെ തന്നെ കോടതിയിൽ നിലനിൽക്കണം, അത് മാറ്റരുത്. നോക്കണോ എന്താണ് ഇവിടെ എവിടെയാണ് കൊട്ടാവി? ഈ കൊട്ടാവി എന്ന് പറയുന്നുണ്ട്, വലിയ ആശ്ചര്യം. ജനങ്ങൾക്കത് മനസ്സിലാവൂല. എന്നിട്ട് വെറുതെ കൊട്ടാവി എവിടെയാണ് ആവി ഇവിടെ? ഹനഫിക്ക് ഹനഫി മദ്ഹബ്, ഷാഫിക്ക് ഷാഫി മദ്ഹബ്. ആ അടിസ്ഥാനത്തിൽ കോടതിയിൽ വിധിക്കുന്ന വിധികൾ അന്നരക്ക് നിർത്തണം എന്നുള്ള വാദം, ആ വാദത്തിൽ എവിടെയാണ് വഹാബിയത്ത്? അതെ, മറ്റു വല്ല തോന്നിയാത്ര എവിടെയാണ് അവിടെ? ഈ പറഞ്ഞ വീട് എന്ന് പറയുന്നത് അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകളാണ്. അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എന്നവർ സുന്നിയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ശംസുൽ ഉലമ ഇവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയക്കാരനാണ്. അദ്ദേഹം ഹനഫി മദ്ഹബുകാരനുമാണ്. അതുപോലെ തന്നെ ത്വരീഖത്തും തസവൂഫിനെയൊക്കെ അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. അദ്ദേഹം നദ്വത്തുൽ ഉലമൻ്റെ അമരക്കാരനായിട്ട് നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദ്വി സാഹിബിന് ഈ പറഞ്ഞ ഇബ്നു തീമിയനെ കുറിച്ച് വിലയിരുത്തുന്നതിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ദയൂബന്ദി ഉലമാക്കൾ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഭവിച്ച പിഴവിന് ഫലമായിട്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയത, അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്താണ് ആ പിഴവ്? ആ പിഴവിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹത്തിൽ അബുൽ ഹസൻ അലി നദ്വി സാഹിബിൻ്റെ നിലപാടിനെ, ഇബ്നു തീമിയനെ കുറിച്ച് അദ്ദേഹം എടുത്ത നിലപാട് ദയൂബന്ദി പണ്ഡിതന്മാർ തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇബാറത്ത് അഹമ്മദ് ബിജിനൂരി എന്ന് പറയുന്ന ദയൂബന്ദി പണ്ഡിതൻ്റെ കിതാബുണ്ട്, അൻവാറുൽ ബാരി എന്ന കിതാബ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഇവിടെ ഇബ്നു തീമിയൻ്റെ തഫർവുദാത്തുകൾ, അതായത് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇബ്നു തീമിയനെ സംബന്ധിച്ച് അബുൽ ഹസൻ അലി നദ്വി സാഹിബിൻ്റെ നിലപാട് എന്താ വെച്ചാൽ 2, 4, 6 ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ ഇബ്നു തീമിയ പറഞ്ഞിട്ടുള്ളൂ എന്നായിരുന്നു ആര് മനസ്സിലാക്കിയത്? ഈ പറഞ്ഞ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യത്തിൽ കാര്യം അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ ഇബാറത്തിൽ വിശദീകരിക്കുന്നത്. ഈ ഇബാറത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 547 എഴുത്തിഖാദിയായ തഫറുദാത്തുകൾ തന്നെ ഇബ്നു തീമിയയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ്. അതായത് വിശ്വാസപരമായ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ 547 വരുന്ന പറഞ്ഞു ഇബ്നു തീമിയൻ്റെ ഒറ്റപ്പെട്ട നിലപാടുകൾ. അപ്പോൾ അതൊരു ഭാഗത്ത്. പിന്നെ അതേമാതിരി തന്നെ ഇബ്നു തീമിയനെ സംബന്ധിച്ച് പറയാൻ അദ്ദേഹം ഹംബലി മസ്ലക്കുകാരനായിരുന്നു. എന്നിട്ടും ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 26ഓളം മുഹിമ്മായ നിലപാടുകളിൽ അദ്ദേഹം ഇഖ്തിലാഫ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇബ്നു തീമിയ ഒറ്റപ്പെട്ട നിലപാടുകൾക്ക് ഉദാഹരണമായി കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നത്
മൂന്ന് ത്വലാഖിൻ്റെ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. അത് മുഴുവൻ മുസ്തഹിദീങ്ങളായ അയിമത്തിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇബ്നു തൈമിയ്യ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 39ഓളം മസായിലുകളിൽ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ നിലപാടുകളെയും അദ്ദേഹം റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇബ്നു തൈമിയ്യനെ കുറിച്ചുള്ള പഠനത്തിൽ ആർക്ക് സംഭവിച്ചു? ഈ പറഞ്ഞ അബുൽ ഹസൻ അലി നദ്വി സാഹിബിന് പിഴവ് സംഭവിച്ചപ്പോൾ അവിടെ ഇബ്നു തൈമിയ്യക്ക് വലിയ പിഴവുകളൊന്നും വന്നു, 2, 4, 6 പിഴവ് വന്നിട്ടുള്ളൂ എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച് അദ്ദേഹത്തിനെ ഒരു നവോത്ഥാന നായകനാക്കിയാണ്ട് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു വെച്ചാൽ വഹാബിസം ദയൂബന്തിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് നദ്വത്തുൽ ഉലമൻ്റെ ഉള്ളിലും പടർന്നു പിടിക്കാനുള്ളൊരു ഏണിയായി മാറി. ഈ നദ്വി സാഹിബിനെ പോലെ മൻസൂർ ഉമ്മാനെ പോലത്തെ ആളുകളെ തെളിവ് പിടിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് ഈ ആധുനിക ദൈവബന്ധികളായ ആളുകൾ വഹാബിസം പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നവരാണ് അല്ലാമ ഷിബിലി നുഅ്മാനി എന്ന് പറയുന്ന പണ്ഡിതൻ. ഇദ്ദേഹം നദ്വത്തുൽ ഉലമൻ്റെ നേതൃത്വത്തിൽ നിന്നിരുന്ന സമയത്താണ് നദ്വത്തുൽ ഉലമ എന്ന് പറയുന്ന സ്ഥാപനം വഴിവെച്ചത് എന്നുള്ളതാണ് ബറേൽവി ഉലമാക്കളുടെയൊക്കെ നിലപാട്. അവർ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഷിബിലി നുഅ്മാനി എന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ അലിഗഡിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മോഡേണിസ്റ്റ് പണ്ഡിതൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, മൗലാന അബുൽ കലാം ആസാദ് തുടങ്ങിയ പണ്ഡിതന്മാരുമായിട്ടൊക്കെ അല്ലാമ ഷിബിലി നുഅ്മാനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ബന്ധങ്ങൾ കാരണമായിട്ട് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള മോഡേണിസ്റ്റുകളുടെ ഒരു പ്രതിഫലനം, അവരുടെ ഒരു സ്വാധീനം ഈ പറഞ്ഞ ഷിബിലി നുഅ്മാനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷിബിലി നുഅ്മാനിയുടെ കാലഘട്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഹാബി പണ്ഡിതനായിട്ടുള്ള റഷീദ് റിളനെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിക്കൊണ്ട് ഈ പറഞ്ഞ നദ്വത്തുൽ ഉലമയിലേക്ക് കൊണ്ടുവന്നത്. റഷീദ് റിള എന്ന് പറയുന്നത് തന്നെ ഈജിപ്ഷ്യൻ വഹാബിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് റഷീദ് റിള എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ. അതായത് ഈ സലഫിസം എന്ന് പറയുന്നത് തന്നെ 2 തരം സലഫിസമാണ്. ഒന്ന് ഈജിപ്ഷ്യൻ സലഫിസം ഉണ്ട്, മറ്റൊന്ന് സൗദി സലഫിസം ഉണ്ട്. കേരളത്തിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന സലഫിസം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സലഫിസാണ്. എന്നുവെച്ചാൽ റഷീദ് റിള പോലുള്ള പണ്ഡിതന്മാരുടെ സ്വാധീന ഫലമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സലഫിസമാണ് ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വന്നത്. പിന്നീട് ആണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ സൗദിയിലുള്ള വഹാബിസം പിന്നെ കേരളത്തിലേക്ക് പിന്നീടാണ് എന്ത് ചെയ്തത്, ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കേരളത്തിലൊക്കെ ആദ്യ കാലഘട്ടത്തിൽ വന്ന വഹാബിസത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന റഷീദ് റിള എന്ന് പറയുന്ന പണ്ഡിതൻ. അപ്പോൾ ഈ പറഞ്ഞ റഷീദ് റിളയാണ് എന്ത് ചെയ്തത്, ഷിബിലി നുഅ്മാനി തൻ്റെ സ്ഥാപനത്തിലേക്ക് 1912 ക്ഷണിക്കുന്നത്. അപ്പോൾ വഹാബി പണ്ഡിതനായ റഷീദ് റിള ഈ നദ്വത്തുൽ ഉലമ സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ ആണിത്, 1912. ഈ ഫോട്ടോയിൽ റഷീദ് റിള ഉണ്ട്. റഷീദ് റിളൻ്റെ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ഫോട്ടോയിൽ ഇടത് ഭാഗത്ത് നിന്ന് നമ്മൾ എണ്ണുകയാണെങ്കിൽ 4ാമതായിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ് റഷീദ് റിള. അതിനു പുറമെ ഷിബിലി നുഅ്മാനി, സുലൈമാൻ നദ്വി, ആസാദ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ കത്ത് വളരെ പ്രസക്തമാണ്. ഇത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമൻ്റെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട VM മൂസ മൗലവി മഹാനരുടെ കത്താണ്. അപ്പോൾ ഈ കത്തിൽ പറയുന്ന വിഷയം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ ഇവിടെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവബന്ധികൾ 2 ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞു. പൗരാണിക ദൈവബന്ധികളുമുണ്ട്, ആധുനിക ദൈവബന്ധികളുമുണ്ട്. പൗരാണിക ദൈവബന്ധികൾ എന്ന് പറഞ്ഞാൽ ദൈവബന്ധിൻ്റെ സ്ഥാപക നേതാക്കന്മാരും ആദ്യകാല നേതാക്കന്മാരുമായ ആളുകളുടെ ആശയധാരയെ അതേപടി പിൻപറ്റുന്നവരാണ് പൗരാണിക ദൈവബന്ധികൾ. എന്നാൽ ആധുനിക ദൈവബന്ധികൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ദൈവബന്ധിൻ്റെ ഉള്ളിൽ പിൽക്കാലത്ത് വഹാബിസത്തിൻ്റെ സ്വാധീനം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് വഹാബി ആശയത്തിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കുന്നതായ ദൈവബന്ധികൾ, ദൈവബന്ധിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വഹാബിസത്തിനെ പ്രചരിപ്പിക്കുന്നതായ ദൈവബന്ധികൾ, ഇവരാണ് ആധുനിക ദൈവബന്ധി ധാര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആധുനിക ദൈവബന്ധി എന്നുള്ള ഈ പദപ്രയോഗം സത്യത്തിൽ എന്തുണ്ട്,
ബഹുമാനപ്പെട്ട ദക്ഷിണ കേരളൻ്റെ പ്രസിഡൻ്റായിരുന്ന VM മൂസ ഉസ്താദ് തന്നെ ഉപയോഗിച്ചതിനുള്ള തെളിവാണ് ഈ പറഞ്ഞ കത്ത്. ഇതെന്താ പറയണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പറയണത് എന്താ വെച്ചാൽ, കേരളത്തിലെ സുന്നികളും സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളും ഷിയാക്കളും ഷിയഈ വിശ്വാസികളുമാണെന്ന് ദയൂബന്തി ഉലമായിൻ്റെ പേരിൽ ഇപ്പോൾ കേരളത്തിലെ ചില നവദയൂബന്തി മസ്ലക്കുകാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ട വാക്കുപയോഗിച്ച് നോക്കിയേ, നവദയൂബന്തി മസ്ലക്കുകാർ. അപ്പം നവദയൂബന്തി ഈ പറഞ്ഞ വാക്ക് ബഹുമാനപ്പെട്ട VM മൂസ ഉസ്താദ്, ദക്ഷിണ കേരള പ്രസിഡന്റ് VM മൂസ ഉസ്താദ് ഉപയോഗിച്ച വാക്കാണ് നവദയൂബന്തി. അപ്പോൾ ആ വാക്ക് അപ്പോൾ അതേ വാക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മളും പറഞ്ഞത് ആധുനിക ദയൂബന്തി. അപ്പോൾ ആധുനിക ദയൂബന്തി എന്നുള്ള ഈ പ്രയോഗം എന്തുണ്ട്, നമ്മളെ മാത്രം പ്രയോഗമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെ ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഇതിനെ ശക്തമായി നിരാകരിക്കുന്നു. ജമഇയ്യത്തിൻ്റെ പ്രവർത്തകർ ഇത്തരം അബദ്ധധാരണകൾ പെടരുതെന്ന് ഉണർത്തുന്നു എന്ന് VM മൂസ മൗലവി വടുതല പ്രസിഡന്റ് ദക്ഷിണ കേരള ജമഇയ്യത്തുൽ ഉലമ. അപ്പോൾ ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്, അതായത് ദയൂബന്തിൻ്റെ ആദ്യകാല നേതാക്കന്മാർ റഷീദ് അഹമ്മദ് ഗംഗോഹിനെ പോലത്തെ പണ്ഡിതന്മാർ ഇന്ന് സുന്നികൾ ചെയ്യുന്നത് ഇസ്തിഗാസ ഷിർക്കായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്ന ചില ഇബാറത്തുകളാണ് കൊണ്ടുവരുന്നത്. പിന്നീടാണ് ദയൂബന്തിൻ്റെ ഉള്ളിൽ വഹാബിസത്തിൻ്റെ സ്വാധീനം കയറിക്കഴിഞ്ഞപ്പം ഇത്തരം കാര്യങ്ങൾ ഷിർക്കാണെന്ന് പറയാനുള്ള പ്രവണതകൾ വന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബറേൽവി വിരോധമാണ്. ബറേൽവികളെ എതിർക്കാനും ഉള്ള ആ ഒരു വാശിയിൽ ഇത് പഴയകാല നേതാക്കന്മാരുടെ മസ്ലക്ക് പിൻപറ്റിപ്പോയാൽ അവരെ മുസ്ലിക്കാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അതിൽ വഹാബി മസ്ലക്ക് ചേർത്തിക്കൊണ്ട് ഈ എതിർക്കുന്ന ഒരു സാഹചര്യം പിന്നീട് വന്ന പണ്ഡിതന്മാരിൽ കണ്ടു തുടങ്ങി. അപ്പോൾ ഇസ്തിഗാസയെക്കുറിച്ച് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ ഷിർക്കല്ല എന്ന് ദയൂബന്തിന് കാഴ്ചപ്പാടുണ്ട് എന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളിൽ ചിലത് ഞാനിവിടെ കൊണ്ടുവരാണ്. മുകളിലുള്ളത് ഇവിടെ ഫത്താവ റഷീദയിലുള്ളൊരു ഇബാറത്താണ്. ഒരു ഭാഗമാണ് ഞാൻ പ്രസക്ത ഭാഗമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അള്ളാഹു അല്ലാത്തവരെ ദൂരെ നിന്ന് വിളിക്കാം എന്നുവെച്ചാൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് നിന്നല്ലാണ്ട് ദൂരെ നിന്ന് വിളിക്കാം. അള്ളാഹു അല്ലാത്തവരെന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ, മൊഹിദ്ദീൻ ഷെയ്ഖ് തുടങ്ങിയ മഹത്തുക്കളൊക്കെ അതിൽ പെട്ട്. അപ്പോൾ അവരൊക്കെ ദൂരെ നിന്ന് വിളിക്കാം, ഖബറിൻ്റെ അടുത്ത് നിന്നല്ലാണ്ട് ദൂരെ നിന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ വിധി എന്താണ്? അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഷിർക്കാവുമോ? ഷിർക്കാവുന്ന രൂപം എന്താണ്? ഷിർക്കാവാത്ത രൂപം എന്താണ്? ഇതൊക്കെ റഷീദ് അഹമ്മദ് ഗംഗോഹി ഫത്താവ റഷീദിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ये खुद मालूम आपको है कि निदा गैरुल्लाह ताला को करना दूर से शिर्क हकीकी जब होता है कि इनको आलिम सामे मुस्तकिल अक़ीदा करे वरना शिर्क नहीं. അതായത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഗംഗോയി പറയാണ് എന്താ വെച്ചാൽ, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക എന്ന് പറയുന്നത്, ദൂരെ നിന്ന് വിളിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥ ഹക്കീക്കിയായ ഷിർക്കാവൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വിളിക്കപ്പെടുന്ന വ്യക്തികൾ അവർ ആലിം സാമയ മുസ്തഖില എന്നുള്ള ആവുമ്പോഴാണ്. എന്ന് വെച്ചാൽ സ്വയമായ നിലയിൽ കേൾക്കാനും സ്വയമായ നിലയിൽ അറിയുവാനും കഴിവുള്ളവരാണ് എന്നുള്ള വിശ്വാസം വെച്ചുകൊണ്ട് അവർ വിളിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെയാണെങ്കിലാണ് അത് ഷിർക്കാവുക. അല്ല എന്നുണ്ടെങ്കിലും അത് ഷിർക്കല്ല. എന്നിട്ട് ഷിർക്കാവാത്ത രൂപങ്ങൾ വിശദീകരിക്കണം, ഉദാഹരണങ്ങളായിട്ട് മസലൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വയമായി കേൾക്കുകയും സ്വയമായി അറിയുകയും ചെയ്യാനുള്ള കഴിവുണ്ട് ഈ നമ്മൾ വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹു അല്ലാത്തവരെ നമ്മൾ വിളിക്കുകയാണെങ്കിലാണെങ്കിൽ ഷിർക്കാവുക. നേരെ മറിച്ച് അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ ഷിർക്കല്ല. അപ്പം അങ്ങനെ വിശ്വാസമില്ലാതെ വിളിക്കുന്നതിന് ഉദാഹരണങ്ങൾ പിന്നെ വിശദീകരിക്കുകയാണ്. മസലൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുക. മസലൻ യേ ജാനേക്ക് ഹക്ക് താല ഇസ്കോ മുത്തലിഖ് ഫർമാദേക. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ വിളിക്കുന്ന മഹത്തുക്കൾക്ക് അള്ളാഹ് നമ്മളെ വിളി അറിയിച്ചു കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് യാ ബി ഇദ്നിഹി താല ഇൻകിഷാഫ് ഇൻകോ ഹോ ജാവേക. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അനുമതി പ്രകാരം ഇവർക്ക് ഈ വിഷയം മുൻകശിഫാവുന്നു, അവർക്കത് വെളിപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം അള്ളാഹിൻ്റെ അനുമതി അവർക്ക് വെളിപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യാ ബി ഇദ്നിഹി താല മലായിക പഹുഞ്ച ദേവൻ കെ ജൈസെ ദറൂദ് കി നിസ്ബത്ത്. അതായത് ഈ പറഞ്ഞ അല്ലെങ്കിൽ മലക്കുകൾ ഈ നമ്മുടെ വിളി ഈ പറയുന്ന മഹത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതുപോലെ വെച്ചാൽ സ്വലാത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതുപോലെ യാ മഹ്റു ഷൗക്കിയ
കെഹത്ത ഓ മുഹബത്ത് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും പേരിൽ നമ്മൾ പറയുന്ന വാക്ക്, അതിൻ്റെ പേരിലുള്ള വിളി, ഇതൊന്നും ഷിർക്കിൻ്റെ രൂപങ്ങളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മഹത്തുക്കളായ ഔലിയാക്കളെ അല്ലെങ്കിൽ മഹാന്മാരൊക്കെ നമ്മൾ മറ്റേ ഇസ്തിഗാസൻ്റെ ഭാഗമായിട്ടൊക്കെ സഹായതായിട്ട് നടത്തുമ്പോൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വിളി എത്തിച്ചു കൊടുക്കും, അല്ലെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവർക്കത് മുൻകശിഫാവും എന്നുള്ള നിലയിലാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലെ സ്വയമായിട്ട് അവർക്ക് അറിയാനും കേൾക്കാനും കഴിവില്ല, അള്ളാഹ് അവർക്ക് അറിയിച്ചു കൊടുത്തതുകൊണ്ട് അവരറിയും എന്നുള്ള നിലയിലാണ് നമ്മൾ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിളി ഷിർക്കിൽ പെടൂല എന്നത് തന്നെയാണ് വ്യക്തമായിട്ട് ഗംഗോഹി ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് മറ്റേ റഷീദ് അഹമ്മദ് ഗംഗോഹിൻ്റെ ഫത്താവ റഷീദിയിൽ നിന്നുള്ള പ്രസക്തമായ ഇബാറത്താണ്. ഇത് യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് ഫത്താവ റഷീദിൽ റഷീദ് അഹമ്മദ് ഗംഗോഹി പറഞ്ഞതായിട്ടുള്ള ഭാഗമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഇവിടെ പറയുന്നത്, അതായത് ഷെയ്ഖ് അവർകളെ മുത്തസ്വല്ലിഫ് ബിദ്ദാത്ത് ഔർ ആലിം ബിദ്ദാത്ത് ഖുദ് ജാൻകർ പടേഗ വോ മുശ്രിക് ഹെ, അതായത് സ്വയമായ നിലയിൽ കൈകാര്യകർത്തൃത്വം നടത്താൻ കഴിവുള്ളവരും സ്വയമായ നിലയിൽ ബിദ്ദാത്തായിക്കൊണ്ട് സ്വയമായ നിലയിൽ അദൃശ്യമറിയുന്നവരുമാണ് മൊഹിദ്ദീൻ ഷെയ്ഖ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നതെങ്കിൽ ആ പറയുന്ന വ്യക്തി മുശ്രിക്കാണ്. और इस अकीदा से पटना के शेख को हक ताला इत्तला कर देता है. എന്നാൽ ഷെയ്ഖ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അത് അറിയിച്ചു കൊടുക്കും. और बि इذनिही ताला शेख हाजत बरारी कर देते हैं. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഷെയ്ഖ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ ये भी मुश्रिक न होगा बाकी मुഅ്മിൻ की निस्बत बदलनी होना भी मासियत है. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മുശ്രിക്ക് ആവൂല, മാത്രമല്ല മറ്റുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച് മോശമായ ധാരണ വെച്ച് പുലർത്തൽ തന്നെ തെറ്റാണ്. വളരെ വ്യക്തമായിട്ട് റഷീദ് അഹമ്മദ് ഗംഗോഹി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഇബാറത്താണ്. ഇത് അഷ്റഫ് അലി ഥാനവിയുടെ ഫത്വയാണ്. യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഷെയ്ഉൻ ലില്ലാഹ് എന്ന് പറയുന്നതിനെ കുറിച്ച് അതിൻ്റെ വിധി എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടൊരു പാരഗ്രാഫിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഭാഗം, പ്രസക്ത ഭാഗം ഞാനിവിടെ അർത്ഥം വായിക്കാം. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ജവാബ് ഐസി ഉമൂർ മുആമലാത്ത് में तफसील ये है कि സ്വഹീഹുൽ അഖീദ വ സലീമുൽ ഫഹ്മ് के लिए ജവാസ് की गुंजाइश हो सकती है. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വിശദീകരണം എന്തെന്നാൽ, ശരിയായ അഖീദയോട് കൂടിയിട്ടും ശരിയായ സലീമുൽ ഫഹ്മോട് കൂടിയിട്ടും ശരിയായ ഫഹ്മോട് കൂടിയിട്ടും ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അത് അനുവദനീയമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ അഷ്റഫ് അലി ഥാനവിൻ്റെ ഫത്വയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദയ്യൂബന്ദി മസ്ലക്കിനെ വഹാബിസവുമായി കൂട്ടിക്കെട്ടിയ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളുടെ ഒരു ഫോട്ടോ ആണിത്. സർഫറാസ് ഖാൻ സാഫ്താർ എന്ന് പറയുന്ന പണ്ഡിതൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇദ്ദേഹം ബറേൽവികൾക്കെതിരെ മുനാവറ നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആളാണ്. അതുകൊണ്ട് ദയ്യൂബന്ദികളിൽ വളരെ പ്രശസ്തനാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അഷ്റഫ് അലി ഥാനവി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതി ദയ്യൂബന്ദി എന്നുള്ള ക്രെഡിറ്റ് കൂടി ഉള്ളൊരു വ്യക്തിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ബറേൽവി വിരോധത്തിൻ്റെ പേരിൽ ബറേൽവികളുമായുള്ള സംവാദത്തിൽ കുറച്ചുകൂടി ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മുൻകഴിഞ്ഞ അക്കാബിരീങ്ങളുടെ രീതികളെ മാറ്റിക്കൊണ്ട്, അതായത് ഷിർക്കിനെയും തൗഹീദിനെയും റഷീദ് അഹമ്മദ് ഗംഗോഹിയൊക്കെ മനസ്സിലാക്കിയ രീതികൾ ചില ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ നിന്നും മാറിക്കൊണ്ട് ഷിർക്കിന് അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ വഹാബികൾ നൽകുന്നതായിട്ടുള്ള വിശദീകരണം, അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതൊക്കെ ഷിർക്കാണ്, കാര്യകാരണബന്ധത്തിനുള്ളിൽ സഹായം തേടിയാൽ ഷിർക്കാവില്ല എന്നുള്ള പഴയ വഹാബി വാദം അദ്ദേഹം ഷിർക്ക് തൗഹീദിൻ്റെ വിശദീകരണത്തിൽ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ട്, ഈ പറഞ്ഞ ബറേൽവികളെ മുശ്രിക്കാക്കാനുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ടേക്ക് വരികയും ചെയ്തു. അങ്ങനെ പറഞ്ഞാലേ ബറേൽവികളെ മുശ്രിക്കാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവരെ ഷിർക്കാരോപണം ചെയ്യാൻ പറ്റില്ല. പഴയ ഗംഗോയിൻ്റെ ഒക്കെ നിലപാടിൽ പോയാൽ ബറേൽവികളെ മുശ്രിക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്ത് വഹാബി ആശയത്തിലുള്ള തൗഹീദ് ഷിർക്ക് വിശദീകരണത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നുള്ള ഉദാഹരണം ഞാനിവിടെ. അപ്പോൾ യാജൂജ് മാജൂജിനെതിരെ മതിലുണ്ടാക്കാൻ വേണ്ടി ദുൽഖർനൈന് സഹായം തേടിയതിനെക്കുറിച്ച് സർഫറാസ് ഖാൻ സാഫ്താർ പറയുന്നത്, അത് കാര്യകാരണബന്ധത്തിനുള്ളിലുള്ള മാ തഹ്തൽ അസ്ബാബ്, കാര്യകാരണബന്ധത്തിൻ്റെ ഉള്ളിലുള്ള സഹായത്തായിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ये वो इमदाद नहीं जो शिर्क के शीदाई हज़रत अंबिया औलिया शुहदा अलैहिस्सलाम से किया करते हैं.
അപ്പം ഇത് എന്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കളോടൊക്കെ ചെയ്യുന്ന ഷിർക്കായ സഹായതേട്ടത്തിൻ്റെ സഹായതേട്ടവുമായിട്ട് ഇത് താരതമ്യം ചെയ്യാൻ പറ്റൂല. എന്നിട്ട് എന്താ ഇവിടെ പറയണത്? ന തോ വോ ഇസ് ജഹാ മേ ജിന്ദാ ഹോത്തെ ഹേ ഔർ ന കരീബ്. അപ്പോൾ ഈ പറഞ്ഞ അമ്പിയാക്കളും മൗലിയാക്കളും ശുഹദാക്കളൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരുമല്ല, അവർ നമ്മുടെ അടുത്തുമല്ല. അപ്പോൾ അടുത്തുമല്ല ജീവിച്ചിരിക്കുന്നവരല്ലാത്തതുകൊണ്ട് ഓരോടുള്ള സഹായതേട്ടം ഇതിൽ പെടൂല, അത് ഷിർക്കാണെന്നാണ് പറയണത്. ഇൻസെ ഇസ് കസം കി ഇസ്തിആൻ ബഹർ സൂറത്ത് ഷിർക്ക് ഹെ. അതുകൊണ്ട് തന്നെ ഈ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ തുടങ്ങിയവർ അവർ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടും അവർ നമ്മുടെ അടുത്തില്ലാത്തത് കൊണ്ടും അവരോടുള്ള ഇസ്തിആൻ സഹായതേട്ടം എന്താണ്? ഷിർക്കാണ്. ജിസ്കോ മിഠാനെ കേലിയെ ആൻ ഹദർ സല്ലല്ലാഹു അലൈഹി വസല്ലം മബൂസ് ഹുവേ. അപ്പം ഇതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, ഇത്തരത്തിലുള്ള സഹായതേട്ടങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നിയോഗിക്കപ്പെട്ടത്. അവർ ശരീഅത്ത് ഹക്ക ഇസ്കെ ലിയെ वक़फ़ है इस ज़ाहिर इस्तिआन से मुतलक इस्तिआन या मा फ़ौक़ल अस्बाब इस्तिआन का जवाज़ साबित करना. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലാഹിരിയായ സഹായതേട്ടം വെച്ചിട്ട്, അതായത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സഹായതേട്ടം വെച്ചിട്ട് മുത്തലക്കായ ഇസ്തിആനത്ത്, അതായത് മുത്തലക്കായ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ വിശദീകരണ പ്രകാരം, അതായത് നമ്മളെ സർഫറാസ് ഖാൻ സാഫ്താറിൻ്റെ വിശദീകരണം, അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടം നമുക്ക് തെളിവ് ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം എന്താ വെച്ചാൽ, കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള സഹായതേട്ടാണ് കുഴപ്പമില്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമായ സഹായതേട്ടാണെങ്കിൽ ഷിർക്കാണ് എന്നുള്ള പഴയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വാദമാണ് ഇദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ടമാന ശിഷ്യന്മാർ ദൈവബന്ധിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ ഭാഗത്തിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ ഇയാളെ പിൻപറ്റിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പേച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ദൈവബന്ധിനുള്ളിൽ വഹാബിസം കയറി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ബറേൽവി വിരോധം. ബറേൽവികളെ മുശ്രിക്കാക്കാൻ പഴയകാല അക്കാബിങ്ങളുടെ റൂട്ടിൽ പോയാൽ പറ്റൂല, റഷീദ് അഹമ്മദ് ഗംഗോഹിൻ്റെയും താനവിൻ്റെയൊക്കെ റൂട്ട് പോയാൽ പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്ത്? ഒരു റൂട്ട് മാറ്റി പിടിച്ച് ഇവരെന്ത് ചെയ്ത്? തൗഹീദ് ഷിർക്ക് വിഭജനത്തിൽ പഴയ വഹാബികളുടെ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർ വിശദീകരിക്കാൻ തുടങ്ങി. ഇതും ദൈവബന്ധിൻ്റെ ഉള്ളിൽ വഹാബിസം കയറിപ്പറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട്.